സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് LDF നടത്തുന്നതെന്ന് UDF ആരോപിച്ചു. വില്യാപ്പള്ളിയിൽ സ്ഫോടനത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ UDF പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം തോടന്നൂരിൽ KSU നേതാവിന്റെ വീടിന് ബോംബെറിഞ്ഞതിന്റെ തുടർച്ചയായാണ് വില്യാപ്പള്ളിയിലുണ്ടായ സ്ഫോടനമെന്ന് സംശയിക്കുന്നതായി നേതാക്കൾ പറഞ്ഞു. സ്ഫോടനത്തിൽ കൈപ്പത്തി തകർന്ന വിദ്യാർത്ഥി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. UDF വില്യാപ്പള്ളി പഞ്ചായത്ത് ചെയർമാൻ CP ബിജു പ്രസാദ്, നേതാക്കളായ യൂനുസ് രാമത്ത്, നൈസാം രാജഗിരി, അജ്മൽ മേമുണ്ട, മുഹമ്മദ് ഉബൈദ്, PT ഇല്യാസ്, ബാസി തോട്ടി, MK ഷക്കീബ്, അസ്ലം മാക്കനാട തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഏറെ പ്രിയങ്കരായ വില്യാപ്പള്ളിയിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഇന്നലെ വൈകുന്നേരം വില്യാപ്പള്ളിയിൽ കൊറ്റിയാമ്പള്ളിക്കടുത്ത് ഒരു വീട്ടിൽ വെച്ച് ഒരു വിദ്യാർത്ഥി ബോംബ് സ്ഫോടനത്തിൽ ഇന്ന് ആശുപത്രിയിൽ കിടക്കുകയാണ്. കൈപ്പത്തി തകർന്നുകൊണ്ട് ആ വിദ്യാർത്ഥി ബിൽഡിങ്ങിന്റെ വീട്ടിലെ ടെറസിന്റെ മുകളിൽ നിന്ന് ബോംബ് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. തീർച്ചയായിട്ടും ബോംബ് കയ്യിൽ നിന്ന് പൊട്ടിയതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ പൊട്ടിയതിനു ശേഷം നമുക്കറിയാം, ഇന്നലെ കഴിഞ്ഞു, ഇതുവരെ ആയിട്ട് പോലും പോലീസ് ഇതിന്റെ കൃത്യമായൊരു അന്വേഷണമോ അതേപോലെ തന്നെ എന്താണെന്നോ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ പറയുന്നത് അത് തൽക്കാലമുള്ള ഒരു പടക്കം മാത്രമാണ് പൊട്ടിയത് എന്ന രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കൈപ്പത്തി ഇങ്ങനെ പൊട്ടാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പടക്കം ഒരു വീട്ടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിക്കാനുള്ള സാഹചര്യം എന്താണ്? ഇപ്പോൾ വിഷുവില്ല, പെരുന്നാളില്ല, അതേപോലെ തന്നെ പടക്കങ്ങൾ പൊട്ടിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെയില്ല. തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നാട്ടിൽ സമാധാന ലംഘനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇതിന്റെ പിന്നിലെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. നമുക്കറിയാം, തൊട്ടടുത്ത് തോടന്നൂരിൽ വിദുൽ ബാലൻ എന്ന് പറയുന്ന KSUവിന്റെ ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും നിൽക്കുന്ന സമയത്ത് അർദ്ധരാത്രി ഒരു അധ്യാപകൻ തന്നെ ബോംബെറിയുന്ന രീതിയിലേക്ക് ഈ കേരളത്തിലെ ക്രമസമാധാനം മുന്നോട്ട് പോകുകയാണ്. മണിയൂരിൽ അതുപോലെ തന്നെ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് വർഷങ്ങളായിട്ട് ബോംബെറിഞ്ഞിട്ട് ഇതുവരെ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്, ഈ ബോംബിന്റെ പിന്നിൽ ആരാണെന്നും അതേപോലെ തന്നെ ഇങ്ങനെ ബോംബ് പൊട്ടാനുള്ള സാഹചര്യം എങ്ങനെയാണ് വില്യാപ്പള്ളി ഉണ്ടായതെന്നും കൃത്യമായ രീതിയിലേക്കുള്ള ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് UDF മുന്നോട്ട് പോകുമെന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറയുകയാണ്. കാരണം ഈ നാട്ടിൽ വീണ്ടും വീണ്ടും സമാധാനം ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ചിലപ്പോൾ നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അസമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല രീതിയിലും നടക്കുന്നുണ്ട്. അതിന്റെ പിന്നിലാണ്, അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ബോംബ് സ്ഫോടനം എന്ന് മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ആരെയും ഇത് പ്രതികളായിട്ട് കൃത്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് സമഗ്രമായ അന്വേഷണം കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോലീസ് ഇതിന്റെ പിന്നിൽ എന്താണ് എന്ന് വിശദീകരിക്കാനുള്ള ഒരു രീതിയിലേക്ക് പോലീസ് മുന്നോട്ട് പോകണമെന്നും അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ നാട്ടിലെ ആളുകൾക്ക് പ്രയാസമില്ലാതെ ജീവിക്കാൻ കഴിയുള്ളൂ. അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോലീസും അതേപോലെ തന്നെ ഭരണകൂടവും അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ UDF-ന്റെയും ഊർജ്ജസ്വലരായ പ്രവർത്തകന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.